നമ്മുടെ സഭാ കൂട്ടായ്മയെ സംബന്ധിച്ച് വലിയ ലേഖനത്തിൻ്റെ ഒരു ദിവസം സാർവത്രിക സഭ മിഷൻ ഞായറായി ആഘോഷിക്കുന്ന ഈ സമയത്ത് റോമിലിപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി സുറിയാനി സഭയിൽ ഉൾപ്പെട്ട മാറോനീത്ത റീത്തിലെ ഏതാനും സഭാമക്കളെ കൂടി അവർ രക്തസാക്ഷികളാണ്, അവരെ വാഴ്ത്തപ്പെട്ടവരായി വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് സഭ കടന്നുപോകുന്നത്. നാൾപ്പയിൽ ഇന്ന് വിശുദ്ധ പൗലോസിന്റെ പ്രേക്ഷിത ചൈതന്യത്താൽ രൂപപ്പെട്ട ഒരു വിശ്വാസ സമൂഹത്തിന്റെ മധ്യേ മലങ്കര ആരാധനയിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് പ്രത്യേകമായി സമർപ്പണ ബുദ്ധിയോടുകൂടി ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഈ കുർബാന അനുഗ്രഹവും സമാധാനവും വലിയ സ്തോത്രവുമാണെന്ന് ഒരിക്കൽ കൂടി കർത്താവിന്റെ മുമ്പിൽ വെച്ച് സന്തോഷിക്കാൻ ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ ഒരു സാധാരണ പ്രശ്നമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന്. ഇത് വെറുതെയല്ല, എവരിതിങ് ഹാസ് എ ടൈം. ആ സമയം മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നമുക്ക് ലഭിക്കുന്ന ഒരു ദൈവാനുഗ്രഹത്തിന്റെ പൂർണ്ണതയാണെന്ന് ഞാൻ പൂർണ്ണമായി കരുതുന്നു. വിശുദ്ധ പൗലോസ്ലീഹായെ കുറിച്ച് സെമിനാരിയിലെ ദൈവശാസ്ത്രം പഠിച്ചപ്പോൾ സ്ലീഹായുടെ ഉപദേശങ്ങളെ കുറിച്ചും പ്രബോധനങ്ങളെ കുറിച്ചും മിഷന്റെ ആഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനിടയായിട്ടുണ്ട്. മാൾട്ട എന്നത് അടുത്ത കാലത്ത് ചരിത്രകാരന്മാർ വേദപുസ്തകത്തിൽ എഴുതി ചേർത്തതല്ല, പൗലോസ്ലീഹായുടെ കാലത്തിന് അപ്പുറത്തുള്ള ഒരു ദ്വീപാണ്. അവിടെയാണ് വിശുദ്ധ പൗലോസ് സുവിശേഷത്തിന്റെ വലിയ ബന്ധം അറിയിക്കുന്നതിന്, സുവിശേഷം പ്രസംഗിക്കുക എന്ന് വെച്ചാൽ സുവിശേഷത്തിന്റെ മർമ്മമായി നിൽക്കുന്നവനെ പരിചയപ്പെടുത്തുക എന്നാണ്. ഇൻട്രൊഡ്യൂസിംഗ് that word incarnate to the new generations. പുതിയ തലമുറകളിലേക്ക് ദൈവത്തെ ബന്ധപ്പെടുത്തുന്ന, യേശു കർത്താവിനെ ബന്ധപ്പെടുത്തുന്ന വലിയ ശുശ്രൂഷകൾ. അതിൽ ഈ നാട്ടിൽ ഇന്ന് ലോകം മുഴുവനുള്ള സഭ പ്രേക്ഷിത ഞായറായി ആഘോഷിക്കുമ്പോൾ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും ഈ സുവിശേഷ ഭാഗം ഈ നാട്ടിൽ വായിക്കുന്നതിനും അത് പ്രഘോഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണെന്ന സത്യം തിരിച്ചറിയുന്നതിനും എല്ലാം ഇടയായി എന്നത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും എന്നെ വളരെ ദൈവബന്ധത്തിൽ ഉറപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം പ്രാപ്തമാക്കുന്ന ദൈവ പരിപാലനം അനേക തവണ ആൾക്കാരിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് റോമിൽ പഠിക്കുന്ന കാലത്ത്. എന്നാൽ ഇന്ന് അപ്രകാരം ആദ്യമായിട്ടാണ് ഞാൻ മാൾട്ടയിൽ പഠിക്കാൻ ഈ പൗലോസ്ലീഹായുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതിൽ വലിയ അർത്ഥവും വലിയ ഒരു ആത്മീയതയും നമുക്കുണ്ട് എന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. മാൾട്ടയിലെ നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്താൻ സഹായിച്ച എല്ലാവരെയും ദൈവസന്നിധിയിൽ കുർബാനയിൽ ഓർത്തിരുന്നു. അതിൽ പ്രാതിനിധ്യ സ്വഭാവത്തിൽ അനേകം ഇവിടെ സന്നിഹിതരാണ്. നമ്മളെല്ലാവരെയും വിശുദ്ധ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെയുള്ള ആൾക്കാരെ ആർച്ച് ബിഷപ്പ് ഷിക്ലൂണ തിരുമേനിയുമായി വർഷങ്ങളായി എനിക്ക് ബന്ധമുണ്ട്. അദ്ദേഹം റോമിലെ വിശ്വാസ സംഘത്തിന്റെ അംഗമായി പ്രവർത്തിക്കുമ്പോൾ I have been associated with the Archbishop Shikluna as he was a theologian and as a member of the Congregation for the Doctrine of Faith working in Rome. We had a couple of meetings in India, in Bangalore and also in Rome, thereby getting ourselves more close to this particular mission of getting enriched in both ways. And Archbishop Shikluna was always eager to know what is the content and essence of the Eastern matrimony. And he, being a theologian and being a canonist, was always very helpful
in dealing with us in the Indian Church as well as in the Eastern Catholic traditions, the Catholic community. And Father Andrea is here today representing His Grace Archbishop Scicluna and the Archdiocese of Malta. And I thank you wholeheartedly for all the great support and services that the Archdiocese has rendered in keeping our tradition here in this land of the Gospel proclaimed by Saint Paul, the Apostle for everyone. Father Andrea, thank you so much for your great service. Kindly continue to be at our side to keep our faith alive in this island. I told Archbishop Scicluna that I am going to Malta to celebrate the Holy Mass with our community. He said he's not able to come because he has prior commitments in the city of the Congregation of the Gospel of Faith. And I said I would come back and tell you what has happened during my stay. It was just through a phone call after a few interactions and so on. His Grace was kind enough to extend his support, and we remain grateful to you. ഇവിടെയുള്ള പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ സഹോദരി സഭകളിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാര് ഇവിടെ സന്നിഹിതരാണ്. അവരെ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഓർത്തഡോക്സ് സഭയിലെയും യാക്കോബായ സുറിയാനി സഭയിലെയും വൈദികരാണ് സോണിയച്ചനും പിന്നെ പോളച്ചനും. അവർ രണ്ടുപേരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. അവർ രണ്ടുപേരുടെയും സാന്നിധ്യം നമുക്ക് വലിയ സന്തോഷം പകരുന്നു. നിങ്ങളോടും പ്രതിദാനം ചെയ്യുന്ന സഭാ കൂട്ടായ്മകളോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ള വലിയ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. പരിശുദ്ധ ബാവാതിരുമേനിയെ പട്ടത്ത് സെന്റ് മേരീസ് കത്തീഡ്രലിൽ സഭ ഔദ്യോഗികമായി സ്വീകരിച്ചതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പുതിയ കാതോലിക്ക ബാവ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ തൃതീയൻ ബാവാതിരുമേനിയെ പട്ടത്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ സ്വീകരിച്ചതാണ്. ഈ സഭകളോടുള്ള പ്രത്യേക ബന്ധവും സ്നേഹവും ഇത് കൂടുതൽ വർദ്ധമാനമായിട്ടുണ്ട് എന്നത് സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. അവരുടെ സാന്നിധ്യവും അവരുടെ ശുശ്രൂഷകളെല്ലാം ഫലദായകമായിട്ട് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപതാംഗമാണ്. അച്ഛൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ നമ്മുടെ CMI സഭാ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട വൈദികര് അവരുടെ ശുശ്രൂഷകളുമെല്ലാം സന്തോഷത്തോടെ ഓർക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മാത്യു അച്ഛൻ ഇവിടെ ചെറുപലവാർ സഭയുടെ ശുശ്രൂഷയ്ക്കായി വന്നിട്ട് 3 വർഷം ആകുന്നു, പൂർത്തിയാക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളിൽ നമുക്കും ഇടം തരികയും നമ്മൾ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന വലിയ ഒരു സ്നേഹവും കരുതലുമെല്ലാം പ്രത്യേകമായി അച്ഛൻ നൽകുന്നതിന് ഞാൻ സ്നേഹത്തോടുകൂടി അച്ഛനോടും അതിൻ്റെ സഭാ കൂട്ടായ്മയോടും പ്രത്യേകമായി അറിയിക്കുന്നു. വൈകുന്നേരം അച്ഛൻ ക്ഷണിച്ചതനുസരിച്ച് അവിടെ ഒരു കുർബാന കൂട്ടായ്മയിൽ ഞാൻ പോകുന്നു. പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഈ കൂട്ടായ്മകളെ എല്ലാം ഓർക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ സോളി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഓർക്കുക. ബഹുമാനപ്പെട്ട ദാനിയേൽ കോടതിയിൽ ധ്യാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമയത്താണ് അച്ഛൻ മാൾട്ടയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ മാൾട്ടയിൽ നമ്മുടെ കുറച്ച് ആളുകളുണ്ട്, എന്നാൽ അവിടെ ഒരു വൈദികനെ വരുന്നതിന് സാധിക്കുന്നത് പോലെ ഒരു ക്രമീകരണം ഇല്ല. അവിടെ നമുക്ക് യാതൊരു അക്ഷരാർത്ഥത്തിൽ മേൽവിലാസമൊന്നുമില്ല. അവിടെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. Surely his family has extended a great help to us, providing everything what we needed. വലിയ സന്തോഷത്തോടുകൂടി ഞാൻ സഭയുടെ നാമത്തിൽ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രിയപ്പെട്ട ദാനിയേൽ കോടതിയുടെ ഇവിടെയുള്ള ശുശ്രൂഷകൾ ഇതിന് വളരെ സഹായകരമായി നിന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. May you and your family surely be blessed more and more from above for all what you have done, what you
are doing for the entire Christian community here and the rest of the services attached to the proclamation of the gospel everywhere. നിങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷ, സിസ്റ്റേഴ്സിൻ്റെ സേവനം എല്ലാം സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുന്നു. ഇവിടെ വലിയൊരു ലിസ്റ്റ് അച്ചടിപ്പോൾ കൊണ്ട് തന്നെ കാണിക്കുന്നു. ഇത് വായിക്കണമെങ്കിൽ തന്നെ ഇതിന് ഹോംവർക്ക് ചെയ്യണം, എങ്കിലും ഇത് വായിക്കുന്നത് തെറ്റിപ്പോകുന്നില്ല എന്ന് കേൾക്കുന്നു. ശാലിനി പ്രത്യേകമായി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഓർക്കുക. സിസ്റ്റർ ശാലിനി തിരുവനന്തപുരത്ത് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലങ്കര സഭയെക്കുറിച്ച് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരു സഹോദരിയാണ്. ക്രിസ്തന്റെ ഈ സന്യാസ സമൂഹത്തെ പ്രത്യേകമായി ഓർക്കുന്നു. ലെജിസ്ലേച്ചറിന്റെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. പ്രത്യേകമായി സന്തോഷത്തോടെ ഓർക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയുടെ വലിയ സ്നേഹവും സന്തോഷവും ഇവിടെ ആദ്യം മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ സഭാമക്കളായ എല്ലാവരും നിങ്ങളിവിടെ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചതുകൊണ്ടാണ് ആരാധന ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതും ആരാധനയ്ക്ക് ആവശ്യമായ ആഗ്രഹം മനസ്സിൽ കാത്തു സൂക്ഷിച്ചത്. ചെറിയ ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരുന്നതിന് നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വചനം ഓർക്കുമ്പോൾ it is not the number that counts, but what the Lord looks into is our heart. How far you are related to Him, and that's what is being expressed here in this community of our St. Paul's Syro Malankara Catholic community in Malta. And your fervent prayers, your closeness to our sacred traditions, and your attachment to the faith life has brought this much growth to our community here in Malta. You must have come definitely with the main purpose of finding a dignified job for you somehow or other, and along with that, not the least, finding ways and means to praise and worship God in your family as well. നമ്മുടെ ആദ്യം മുതലുള്ള ഈ കൂട്ടായ്മയിൽ നിലനിന്ന് അതിന് നേതൃത്വം നൽകി വന്നിട്ടുള്ള എല്ലാവരെയും, വിതൗട്ട് മെൻഷനിങ് എനിനെയും, എനിക്കറിയാം ആരൊക്കെയാണ് അവരെല്ലാവരെയും ഏറെ സന്തോഷത്തോടും നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർ പലരും ഇവിടെ വിസിറ്റേഴ്സായി പല സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്, വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. റൂമിലെ കൂട്ടായ്മയിൽ ബഹുമാനപ്പെട്ട ബെനഡിക്ട് അച്ഛനെ ഞാൻ അവിടുത്തെ നമ്മുടെ സഭയുടെ പ്രൊക്രേറ്ററായി ഇറ്റലിയിലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ കോർഡിനേറ്ററായി നിയമിച്ച ശേഷം അച്ഛനോട് പറഞ്ഞു, അത് നേരത്തെ എനിക്ക് അറിവുള്ള ഒരു കാര്യം, മാൾട്ടയിൽ നമ്മുടെ ഏതാനും പേരുണ്ട്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇത് സാധിക്കുമെങ്കിൽ മാസത്തിലൊരിക്കൽ മാൾട്ടയിൽ പോയി വിശുദ്ധ കുർബാന ചൊല്ലി അവരെ സഹായിച്ചു കൊടുക്കുക. Depending on your time and availability, because he is appointed to look after the needs of the community in Italy. അങ്ങനെ മാസത്തിലൊരിക്കലാണ് ശുശ്രൂഷകളൊക്കെ. അച്ഛനത് ത്യാഗത്തോടുകൂടി അച്ഛനത് ഏറ്റെടുക്കുകയും സമ്മതിക്കുകയും അത് ഞാൻ പറഞ്ഞൊരു അൺഒഫീഷ്യൽ അറേഞ്ച്മെന്റ് till we have an official appointment in agreement with the Archbishop of Malta, we will make it public and we will do the rest of it. ഇതെല്ലാം ദൈവാനുഗ്രഹത്താൽ നമുക്ക് വളരെ അനുഗ്രഹീതമായ രീതിയിൽ ശുശ്രൂഷ ചെയ്തു. അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് എല്ലാം ദൈവസമൃദ്ധമായ പ്രതിഫലം നൽകട്ടെ. അത് ഇടയിൽ അന്യോന്യ വിശുദ്ധ പൗലോസ് പിതാവ് യാത്രാമധ്യേ ഇവിടെ വരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുന്നു. നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം നമ്മുടെ ചെറിയ കൂട്ടായ്മയ്ക്ക് ഒരു പുരോഹിതന്റെ സാന്നിധ്യവും ശുശ്രൂഷയും പൗരോഹിത്യത്തിന്റെ ആ ഒരു നേതൃത്വവും എല്ലാം ലഭിച്ചു എന്നുള്ളത് നമുക്ക് പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കാം.
ഡൽഹിയിലെ നമ്മുടെ അഭേദ്യ മർത്തോമേസ് പിതാവ്, ഏറ്റവും ഒടുവിൽ അഭേദ്യ അന്തോണീസ് പിതാവും മർത്തോമേസ് പിതാവും എന്നോട് സംസാരിച്ചപ്പോൾ ഡൽഹിയിൽ അഭേദ്യ പിതാവ് എന്നോട് പറഞ്ഞത്, പിതാവേ, 10 അച്ഛന്മാരെ ഇപ്പോൾ തരാമെങ്കിൽ 15 പുതിയ മിഷനുകൾ നോർത്ത് ഇന്ത്യയിൽ ആരംഭിക്കാൻ കഴിയും എന്നാണ്. അച്ഛന്മാരുടെ ഷോർട്ടേജ് ഉണ്ട്. എൻ്റെ കാലം ഇവിടെ ഇരിക്കുന്ന പലരും സിംഗാരി ചേരാതെ വാർത്തയിൽ പോയതുകൊണ്ട് ധാരാളം പേര് ഇക്കാര്യത്തിലുള്ള ഒരു ആഗ്രഹങ്ങൾ പല മിഷൻ കേന്ദ്രങ്ങളിൽ പ്രകടിപ്പിക്കുന്നു. These priests in Europe must be thinking that we have enough priests. I was just telling before I left, one of the bishops of our church in Delhi told me, if you give me 10 priests, you would start next week 15 new missions. For those who have not yet known the name of Jesus. So there are possibilities. In the midst of that, we have sent Father Joji to take care of the pastoral needs of our faithful here in Malta. അപ്പോൾ അത് അച്ഛൻ്റെ നമുക്ക് ഒരു എക്സ്ട്രാ സർവീസ് കൂട്ടിയാൽ സത്യത്തിന് വിരുദ്ധമാണ്. നമ്മുടെ ക്ലേശത്തിൻ്റെ ഇടയിലാണ് വൈദികൻ്റെ പൂർണ്ണമായ ശുശ്രൂഷ മാൾട്ടയിൽ നമുക്ക് ഇവിടെ ലഭിക്കുക. പൂർണ്ണമായി വിനിയോഗിക്കുന്നതിന് നമുക്കെല്ലാവർക്കും കഴിയണം. Not to simply lead a liturgical service. What does it mean to be a priest of the Lord? It contains everything. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും വിശ്വസ്തനായി നിന്നുകൊണ്ട് ദൈവത്തോടുള്ള വിശ്വസ്തത, മനുഷ്യബന്ധത്തിൽ വിശ്വസ്തതയിൽ പ്രകടിപ്പിച്ച് ജീവിക്കാനുള്ള പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ആശ്വസിപ്പിക്കാനും കരുതാനും ചേർത്തുവരുത്താനും കൂടെ കൂട്ടാനും സാധിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ അച്ഛനിലൂടെ ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛൻ, he was my secretary back in India, and I told him that he should get ready to go to Malta. Literally he was shocked, and then he left my room and I didn't see him for the rest of the day. He disappeared. Then again he came back and asked me, I did not fully understand what you mean. I said, I meant what I said. You have to go to Malta. Perhaps you must have gone again to see where the Malta is, to find out. I said, yes, we need to do something over there. He tried to convince me the reasons which of the other side, but I am still not that convinced. That's why I sent him here. He is here with you to do the work of the Lord, to be at the side of the church. And I am sure he is available with his heart, his spirituality and his devotion and his closeness to our sacred traditions, the Holy Eucharist and the other liturgical services, with which he will be able to guide you and help you to be Lord's own chosen one. I thank him for his readiness to be here in Malta. Somebody, as I came here, one is Ajahn, the other one is somebody else, told me a couple of times, welcome to Malta, welcome to Malta. I'm slowly realizing what does it mean. Each time they say welcome to Malta, I will get that meaning maybe next time when I come back. I'm so grateful for all the arrangements. And I'm seeing the Malankara community everywhere. The other communities, when it is being compared with our community, they say we are a small community. Don't forget, Jesus started with 12. And 12 is not a great number. 12 is less than 13, above 11. And Marivani Vishwadao started the whole movement with how many? Yeah, the other 4. 4 plus 1. But then gradually it has
grown to the extent that we are here now. At this time, before the Blessed Sacrament, we are here. We are in Malta, where Saint Paul preached the gospel. It is the Lord who does the completion. We commit ourselves, the Lord completes His saving act. And I thank everyone, the trustee, secretary. By this time, I know how much the hard work they have undergone these days to make the arrangements. It was not easy for, maybe also Achan must have told so many things about me. Now you know it was not true. ഞാനൊരു സാധു മനുഷ്യനാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാവും. അച്ഛൻ പറഞ്ഞതൊക്കെ പേടിപ്പിച്ചേക്കെന്ന് എനിക്കറിയാം. So, thank you for all the arrangements, for such a large number of people coming, all of you representing various cross sections of the church, not only of our community, or our sister communities as well. Thank you for your closeness with the church and with me. Pray for me that I may continue to be at the service of the gospel and at the service of the full communion, fully lived and yet to be lived with the other churches as well. പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കുക. എന്നെ കൂടെ ഓർക്കാൻ വേണ്ടിയെങ്കിലും കുടുംബത്തെ പ്രാർത്ഥിക്കുക. രണ്ടും ഒരുമിച്ച് ഓർത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ, ഹു ആർ യു എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പേര് പറയും, അല്ലേ? യു വിൽ സേ ദ നെയിം. Again, the question is being repeated. Who are you still? And we may say we come from this place of parents, okay? And then, what do you do? Then we may speak about our job. If the question is being repeated again and again, you may have to say, what is your balance? You will say your bank balance, and you don't say, I'm sure, but you will somehow, they will squeeze it. I don't know whether anybody asks you, what is your spiritual balance? Mental balance, they will come to know their interaction with us. But spiritual balance, has anyone asked you? That's the question is kept for our introspection, who we are. നമ്മൾ ധരിക്കുന്ന വസ്ത്രവും കഴിക്കുന്ന ആഹാരവും നമ്മൾ ചെയ്യുന്ന ജോലി, കൈകാര്യം ചെയ്യുന്ന പണവും നമ്മുടെ മനോഹരമായ ശരീരവും, ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും അവശേഷിക്കുന്നു? അവശേഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവ്. ആത്മാവിനെ കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നു, ലോകം മുഴുവൻ നേടിയാൽ ആ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് ഒരു പ്രയോജനമുണ്ട്. If you get a job and after some time you get a better job, sometimes maybe a lesser important job, but still we have a job. But if you lose your soul, who will substitute that? ആത്മാവിന് പകരം വയ്ക്കാൻ ഒന്നും മിണ്ടുന്നില്ല. എന്നോട് ദേഷ്യമാണോ? സത്യം പറഞ്ഞതിലൂടെ പോകാൻ. അതുകൊണ്ട് ആത്മാവിന് പകരം വയ്ക്കാൻ, അത് വാർത്തയിലായാലും ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും റോമിലായാലും ആത്മാവിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല എന്ന് തോന്നുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് നൽകിയ എല്ലാ ഹൃദയത്തിൻ്റെ അടുത്ത സ്നേഹം നന്ദി പറയുന്നു. Most of you have met me for the first time, and may the Lord be with you. കൂടെ ഇരിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ബന്ധം കുറച്ചുകൂടി സ്വർഗത്തിന് ഇഷ്ടമായി സ്വീകാര്യമായി തീരും. അതിന് നിങ്ങളെല്ലാവരെയും സർവശക്തൻ സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കുർബാനയിൽ ചേർന്ന് നിൽക്കുന്നു. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് ഇവിടെ ഒതുക്കത്തോടെ ഇരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നാട്ടിലെ ചില പടങ്ങളിൽ ചെല്ലുമ്പോൾ കൂടുതൽ കണ്ടിട്ടില്ലാത്ത പുസ്തികളും അഭ്യാസങ്ങളും കാണാൻ കഴിയാറ്. കാരണം നമ്മൾ നടുക്ക് സ്ഥലമുള്ളതുകൊണ്ട് യോഗാഭ്യാസം മുതൽ എല്ലാ അഭ്യാസങ്ങളും അവിടെ കാണിക്കുന്നതാണ്. ആരും തടയത്തില്ല. കാരണം കുഞ്ഞുങ്ങളെ ആരും തടയുന്നതെന്നാണ് അവസ്ഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക്
സന്തോഷപ്പെട്ട കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇവിടെ ചേർന്ന് നിൽക്കുന്നു. God bless you and God keep you safe as you grow in His presence and in His love. പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാവരോടും സ്വാമിയോടും കോളച്ചനോടുമുള്ള നന്ദി. പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാവരോടുമുള്ള പ്രാർത്ഥനയോടെ heart filled with joy and gratitude for all what you are doing for us. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ എന്നെ ഓർക്കണം, സഭയെ ഓർക്കണം, സഭയുടെ ഒരുക്ക ശുശ്രൂഷകളെ ഓർക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വചനവർഷത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി പ്രാർത്ഥന പ്രിയപ്പെട്ട